കഴിഞ്ഞ 24 മണിക്കൂറായി കേരളം മുഴുവനും മുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനാണ് ഒടുവിൽ പരിസമാപ്തി ആയിരിക്കുന്നത്. മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ +2 വിദ്യാർത്ഥികളെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. മുംബൈയിലുള്ള ലോണാവാല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് പെൺകുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നത്. മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള യാത്രയിലായിരുന്നു പെൺകുട്ടികൾ. അതിനിടയിൽ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് CRPF ഉദ്യോഗസ്ഥരാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നത്. വീട്ടുകാരുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് നാട് വിട്ടതെന്നാണ് പെൺകുട്ടികൾ പറയുന്നത്. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഒരു പെൺകുട്ടി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഈ സംഭവത്തിന്റെ നാൾവഴികളെ കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വ്യക്തത കിട്ടാത്തവർക്ക് വേണ്ടി കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് 2 പെൺകുട്ടികളെയും കാണാതാവുന്നത്. +2 പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിലെത്തിയ പെൺകുട്ടികൾ പരീക്ഷ എഴുതാൻ പോലും നിൽക്കാതെ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ആദ്യം ഇവര് പോയത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി. കോഴിക്കോട് എത്തിയ ശേഷമാണ് മഞ്ചേരി ജോലി ചെയ്യുന്ന എടവണ്ണ സ്വദേശിയായിട്ടുള്ള റഹീം അസ്ലമിനെ പെൺകുട്ടികൾ കാണുന്നത്. റഹീമും പെൺകുട്ടികളും ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയമാണ്. റഹീം എന്തോ ആവശ്യത്തിന് വേണ്ടി മുംബൈയിലേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടികൾ റഹീമിന്റെ കൂടെ പോകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അല്ല ഇവർ 3 പേരും കൂടി പ്ലാൻ ചെയ്ത് പോയതാണെന്നും പറയപ്പെടുന്നുണ്ട്. പെൺകുട്ടികൾ സുരക്ഷിതരാവാൻ വേണ്ടി കൂടെ പോയതാണെന്നാണ് റഹീം പറയുന്നത്. എന്തായാലും 3 പേരും കോഴിക്കോട് നിന്നും മുംബൈയിലേക്ക് ട്രെയിൻ കയറി. അതിനിടയിൽ നാട്ടിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതാവുന്നതിന്റെ തലേ ദിവസം റഹീം ഇവരെ ഫോൺ വിളിച്ച വിവരം പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ റഹീമിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ മുംബൈയിലേക്ക് പോയെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് പെൺകുട്ടികൾ മുംബൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നതും ആ ഒരു ദിശയിലേക്ക് അന്വേഷണം വഴി തിരിച്ചുവിടുന്നത്. വൈകാതെ തന്നെ മുംബൈയിൽ നിന്നുള്ള പെൺകുട്ടികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതോടെ ഇവർ മുംബൈയിലേക്കാണ് പോയെന്ന കാര്യം പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. മുംബൈയിലെത്തിയ പെൺകുട്ടികൾ ആദ്യം ചെയ്തത് ബ്യൂട്ടി പാർലറിൽ പോയി മുടിയൊക്കെ മുറിച്ച് മൊത്തത്തിൽ ഗെറ്റപ്പ് മാറ്റുകയാണ്. റഹീം അപ്പോഴേക്കും വേറെ വഴിക്ക് പോയിരുന്നു. പെൺകുട്ടികൾ കയറിയ ബ്യൂട്ടി പാർലർ ഒരു മലയാളിയുടേതായിരുന്നു. അതും ഈ കേസിൽ നിർണായകമായി. ഇവർക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷ ഒന്നും അറിയില്ലല്ലോ. എന്തായാലും ബ്യൂട്ടി പാർലറിൽ കയറി ഞങ്ങൾക്ക് മൊത്തത്തിൽ ലുക്ക് മാറ്റി തരണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. 2 പേർക്കും കൂടി 10,000 രൂപയാണ് അവിടെ ചെലവാക്കിയത്. പെൺകുട്ടികളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു എന്നാണ് ബ്യൂട്ടി പാർലറുടെ ഉടമയായ മലയാളി പറഞ്ഞത്. ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. എനിക്ക് തോന്നുന്നത് വല്ല സ്വർണവും വിറ്റു കാണുമെന്നാണ്. എന്തായാലും ബ്യൂട്ടി പാർലറുടെ മുടി വെട്ടുന്നതിനിടെ റഹീം ഇവരെ ഫോണിൽ വിളിച്ചു. റഹീമിനോട് സംസാരിച്ചതിന് ശേഷം ഈ പെൺകുട്ടികൾ ചെറുതായിട്ടൊന്ന് പരിഭ്രാന്തരായി. മുടി മുറിച്ചത് മുഴുവനാക്കാതെ അവർ അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ബ്യൂട്ടി പാർലർ ഉടമ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇവരെ കാണാതായതും മുംബൈയിൽ എത്തിയതും ഒക്കെ വലിയ വാർത്തയല്ലോ. ആ വിവരമാകും റഹീം വിളിച്ചു പറഞ്ഞത്. അത് കേട്ടിട്ടാണ് പെൺകുട്ടികൾ പരിഭ്രാന്തരായത്. എന്തായാലും ഇങ്ങനെ അവർ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി. പിന്നീട് കുറച്ച് സമയത്തേക്ക് ഇവരെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഇന്ന് പുലർച്ചെ 2 മണിയോട് അടുത്താണ് CRPF ഉദ്യോഗസ്ഥർ പെൺകുട്ടികളെ കണ്ടെത്തുന്നത്. കണ്ടെത്തിയ ശേഷം ഇവരെ പൂനെയിലെ CRPF ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും പെൺകുട്ടികളിൽ ഒരാൾ സംസാരിക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊന്ന് കണ്ടോക്കാം. അത് പോട്ടെ, നമുക്ക് അത് വീട്ടിൽ പോകണ്ട, വീട്ടിൽ പോകുമെന്നും വേണ്ട. അല്ല, നിങ്ങൾ 2 പേരും, എനിക്കൊരു മോളുണ്ട്. എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 2 പെൺകുട്ടികളാ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതിൽ കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ, അത് ശരി, അത് ശരി. നിങ്ങൾ +1 ലാണോ +2 ലാണോ മോളെ? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. +2 കഴിഞ്ഞല്ലേ? അവര് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ 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 അതെ. എന്തായാലും ഞങ്ങളെ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നിലമൽ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും. നമ്മൾ അടിക്കലായാലും ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മുമ്പും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുമാണ് പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെ? ഇതിലൊരു പെൺകുട്ടിയെ വീട്ടുകാർ സ്കൂളിലെ ടൂറിന് പോകാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് അവൾ ഷൊർണൂർ വരെ ഒറ്റയ്ക്ക് പോയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനെ തുടർന്ന് അന്ന് വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും പെൺകുട്ടി സംസാരിച്ചതെന്ന് തോന്നുന്നു. അന്ന് ആദ്യം വീട്ടുകാർ നല്ല രീതിയിലായിരുന്നു സംസാരിച്ചത്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞതോടെ വീട്ടുകാരുടെ സ്വഭാവം മാറി. അടിക്കാനും വഴക്ക് പറയാനും തുടങ്ങി. ഇപ്രാവശ്യവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുക. തിരിച്ച് വീട്ടിൽ പോയാൽ ആദ്യം എല്ലാവരും നല്ല സ്നേഹം കാണിക്കും, പിന്നീട് തങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങും എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത്, അല്ലെ? വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇവർക്ക് വീട്ടിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ടോ എന്നതിനെ കുറിച്ചുള്ള തെളിവുകളൊന്നും തൽക്കാലം നമ്മുടെ കയ്യിൽ ഇല്ലതാനും. പക്ഷേ ഈ പെൺകുട്ടിയുടെ അയൽക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കമന്റ് ബോക്സിൽ. അതിൽ ഇവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഞാനൊന്ന് വായിച്ചുതരാം. എൻ്റെ അയൽവാസിയാണ് ഈ സംസാരിക്കുന്ന പെൺകുട്ടി. ചെറുപ്പം തൊട്ടേ വീട്ടിൽ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. ഈ കുട്ടിക്ക് ആണ് വീട്ടിൽ ഫുൾ റോള്. ഈ കുട്ടി പറയും പോലെയാണ് വീട്ടുകാർ കേൾക്കൽ. വീട്ടിൽ ഒരു പ്രോബ്ലവും ഇല്ല. കള്ളമാണ് ഇവൾ പറയുന്നത്. ഇവൾ ഫ്രീഡം കൂടിയ പ്രോബ്ലമാണ്. തുടർന്ന് ചില കാര്യങ്ങളും കൂടി ഇവർ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത വീടാണ്. ഞാൻ കുറച്ചിടെ ട്യൂഷൻ എടുത്തിരുന്നു. ഇവരുടെ വീടിൻ്റെ അടുത്ത് വന്ന് നോക്കൂ. തുറന്നു കിടക്കുന്ന വീടാണ്. വീട്ടിൽ വെച്ച ബേക്കറി ഉണ്ടാക്കൽ. ക്ഷീര കർഷകരാണ്. എപ്പോഴും വീട്ടിൽ ആൾക്കാരുണ്ടാകും. ഈ കുട്ടിയാണ് അവിടെ എല്ലാ കാര്യത്തിനും ഓടി നടക്കൽ. ഓക്കെ, ഈ കമന്റുകളിലേക്ക് ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാനിത് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കുന്നില്ല. എന്തായാലും വീട്ടുകാർ കുട്ടികളെ ഉപദ്രവിക്കാറില്ല എന്നാണ് കമന്റിൽ പറയുന്നത്. കുട്ടികളുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കുട്ടിക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വീട്ടുകാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ കുട്ടിയാണെങ്കിൽ നേരെ തിരിച്ചാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവം ആദ്യമായി വലിയ വാർത്തയായ സമയത്ത് പെൺകുട്ടിക്കൊന്നും വരുത്തല്ലേ, സുരക്ഷിതമായി വീട്ടിലെത്തിക്കണേ എന്നൊക്കെ തരത്തിലായിരുന്നു എല്ലാവരും കമന്റ് ചെയ്തിരുന്നത്. എന്നാൽ കുട്ടി മുംബൈയിലെത്തി ബ്യൂട്ടി പാർലറിൽ കയറിയെന്ന വാർത്ത വന്നതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് നേരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് ഇവിടെ നടക്കുകയുണ്ടായി. സകല വാർത്തകളുടെയും കമന്റ് ബോക്സിൽ പെൺകുട്ടികളെ കുറിച്ചുള്ള മോശം കമന്റുകൾ കാണാൻ സാധിക്കും. മയക്കുമരുന്ന് മുതൽ ലവ് ജിഹാദും തീവ്രവാദവും വരെ കമന്റ് ഇട്ടവരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പേരുടെ കൺസേൺ ഇവരുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു. മാതാപിതാക്കളെ മറന്നിറങ്ങിപ്പോയവരല്ലേ, ഇനി ഇവരൊന്നും തിരിച്ച് വീട്ടിലേക്ക് കയറ്റരുത് എന്നുള്ളതാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത്. ശരിയാണ്, മാതാപിതാക്കൾക്ക് ഈ കുട്ടികൾ കാരണം ഒരുപാട് അനുപ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയാം, തൽക്കാലത്തേക്കെങ്കിലും ഈ കുട്ടികളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തണം. ഇവരെ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇവരിവിടെ കൂട്ടക്കൊലപാതകം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വേറെ എന്തെങ്കിലും ക്രൈം ഇവർ ചെയ്തതായിട്ട് പറഞ്ഞു കേട്ടിട്ടുമില്ല. എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നും നമുക്കറിയില്ല. ചിലപ്പോൾ വളരെ ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. സാധാരണയായി മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ ഉണ്ടാവുന്ന ചെറിയ എന്തെങ്കിലും പിണക്കുമോ മറ്റോ ആവാം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വാർത്ത കേട്ടിരുന്നു. 2ലോ 3ലോ എങ്ങാണ്ടും പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തം ഉമ്മ വഴക്ക് പറഞ്ഞത് കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവരെങ്ങോട്ടേ പോയെന്നറിയോ? പോലീസ് സ്റ്റേഷനിലേക്ക്. ഉമ്മക്കെതിരെ പരാതി കൊടുക്കാൻ പോയതാണ്. 4 കിലോമീറ്ററോളം നടന്നു പോയി പോലും ഇവൻ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പകരം എത്തിയത് ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണെന്ന് മാത്രം. ഇത് ഞാൻ തള്ളിയതല്ലോ, ഉണ്ടായ സംഭവമാണ്. എന്റെ കൂട്ടുകാരന്റെ നാട്ടിലാണ് സംഭവം നടക്കുന്നത്. ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്തെങ്കിലും ചെറിയ കാരണം മതി. കുട്ടികൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. മൊബൈൽ ഫോൺ കൊടുക്കാത്തതിനും TV റിമോട്ട് കൊടുക്കാത്തതിനും ഒക്കെ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ വാർത്ത എത്ര നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. തൽക്കാലം അവരെ വെറുതെ വിട്ടേക്ക്. അവരുടെ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്ന് മാത്രമാണ് തൽക്കാലം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം. എനിക്കിപ്പോ വേണമെങ്കിൽ ഈ പെൺകുട്ടികളെ ട്രോളാം, അവര് 4 തെറി പറയാം. ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കയ്യടിയും കിട്ടും. പക്ഷെ തൽക്കാലം ഈ പെൺകുട്ടികളുടെ കൂടെ നിൽക്കാനാണ് എന്റെ തീരുമാനം. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷ നടക്കുന്ന ദിവസം തന്നെ നാട് വിടാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വല്ലാതെ അലട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സോ കൂടുതൽ വിവരങ്ങൾ അറിയുന്നവരെയും അവരെ വെറുതെ വിടുക. ഇനി ഇവർക്ക് തിന്നിട്ട് എല്ലി കയറിയതിന്റെ പ്രശ്നമാണ് എന്ന് തെളിയുകയാണെങ്കിൽ ഇവരെ ട്രോളാനും ഇവർക്കെതിരെ സംസാരിക്കാനും ഞാൻ തന്നെ മുന്നിലുണ്ടാകും. എന്തായാലും കുട്ടികളെ കണ്ടു കിട്ടിയെന്ന് അറിഞ്ഞ സമയത്തുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആ കുട്ടികളെ അങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണല്ലേ? അയ്യോ, വളരെയധികം നന്ദിയുണ്ട്. ഇതിനോട് പ്രവർത്തിച്ചാൽ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. നമ്മൾ കണ്ടു കിട്ടിയതിൽ വളരെയധികം എനിക്ക് ഈ സാറുമാരോടും താന്നൂരിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച എല്ലാ നാട്ടുകാരും സാറുമാരും വളരെയധികം അവരെല്ലാം കഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റെ മോളൊന്നുകൊണ്ട് എത്തി കിട്ടിയാൽ മതി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ. മോളോട് സംസാരിച്ചോ? മോളോട് സംസാരിച്ചില്ല. എന്തായാലും അളിയൻ്റെ ഫോണിൽ ഇങ്ങനെ കാണിച്ചിരുന്നപ്പോൾ മോളോട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളോട് വരാൻ. പക്ഷെ ഒന്നും ചെയ്യൊന്നും പറയില്ല മോളെ എന്ന് വേണ്ട എത്തി കിട്ടിയാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോള് ഭക്ഷണം കഴിച്ചിരുന്നോ? എന്താ അറിയില്ല, മോള് കഴിച്ചോന്നൊന്നും അറിയില്ല. നിങ്ങൾ കഴിച്ചോ? ഞാൻ ഭക്ഷണം കഴിച്ചു. ഏതായാലും വളരെ സുരക്ഷിതമായി തന്നെയാണ് മോള്. ഇതിനെ കൂടെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഇവിടെ സാറന്മാർ ഇതിൻ്റെ പുറകെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലെ ചാനലുമാർ എല്ലാവരും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല. അവർ കൂടുതൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്ത് പറഞ്ഞാലും അതിനൊരു ഇതല്ല, വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ എനിക്ക് ഒന്നും കൂടുതൽ ഞാൻ പോയി ഓക്കെ. നിങ്ങൾ ഒരുപാട് സമയമായി സ്റ്റേഷൻ്റെ മൂലയിൽ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. എപ്പോൾ വന്നതാ ഈ സ്റ്റേഷനിൽ? ഞാൻ ഇവിടെ തന്നെ കിടക്കുകയായിരുന്നു. അവിടെ ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറക്കം വരാത്ത കാരണം കൊണ്ട് ഞാൻ വീട്ടിലാണെങ്കിൽ ഭാര്യ മറ്റുള്ളവരമ്മ എല്ലാവരോടും വിഷമിച്ചിരിക്കുക. വീട്ടിൽ എനിക്കവിടെ ഉറക്കം വരുന്നില്ല. അവിടെ അങ്ങോട്ട് വന്ന മകളെ കാണാതായ വിഷമത്തിൽ ഊണും ഉറക്കവും നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും നമ്മുടെ പോലീസിന്റെയും മറ്റു സന്നദ്ധ പ്രവർത്തകരുടെയും മികച്ച ഇടപെടൽ കൊണ്ട് തന്നെയാണ് മകളെ തിരിച്ചു കിട്ടിയത്. അതിന്റെ ആശ്വാസത്തിലാണ് അദ്ദേഹം. ഇനിയിപ്പോ കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുക, അവരുടെ കൂടെ നിൽക്കുക, ഇതൊക്കെ ഈ മാതാപിതാക്കൾക്ക് ചെയ്യാനുള്ളൂ. തൽക്കാലം ഇപ്പോൾ ഇവിടെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് കിട്ടുന്ന വലിയ തരത്തിലുള്ള സോഷ്യൽ മീഡിയ എക്സ്പോഷർ കാരണം മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പിന്റെ വലിപ്പം ഇപ്പൊ പണ്ടത്തെ ഇതിനേക്കാളും കൂടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വെറും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ മാത്രമല്ല
ഞാൻ ഉദ്ദേശിച്ചത്. മൊത്തത്തിലുള്ള ടെക്നോളജിയാണ്. യങ്ങർ ജനറേഷന് മാത്രം സുപരിചിതമായിട്ടുള്ള ഒരുപാട് ടെക്നോളജികൾ ഇന്നുണ്ട്. ഇന്നത്തെ യങ്ങർ ജനറേഷൻ അഥവാ 2K കിഡ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പിറകിൽ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു ജനറേഷനെ മാത്രം കുറ്റപ്പെടുത്താതെ അതിലേക്ക് അവരുടെ സാഹചര്യങ്ങളും അവർ വളരുന്ന ചുറ്റുപാടുകളും അവർക്ക് കിട്ടുന്ന പാരന്റിങ്ങും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. കുറച്ച് കാര്യങ്ങളായി ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കിട്ടുന്ന ജനറേഷനാണ് 2K കിഡ്സിന്റേത്. അതിന് അതിന്റേതായ കാരണങ്ങളുമുണ്ട്. ഇപ്പൊ ഈ കുട്ടികളുടെ ഒളിച്ചോട്ടത്തെയും 2K കിഡ്സിന്റെ ഓരോരോ കഴപ്പുകളായിട്ടാണ് ഓരോരുത്തരും പരിഹസിക്കുന്നത്. കുഴപ്പമില്ല, പറയേണ്ട കാര്യങ്ങൾ പറയണം, അതൊക്കെ നല്ലതാണ്. പക്ഷെ എല്ലാ ജനറേഷനുകളിലും അതാത് സമയങ്ങളിൽ അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഒരു ജനറേഷനും അത്ര വലിയ പുണ്യാളന്മാരായിരുന്നില്ല എന്ന് ഓർത്താൽ മതി. ഈ 2K കിഡ്സിലും നല്ലവരായ എത്രയോ കുട്ടികളുണ്ട്. ബാക്കി വഴി തെറ്റിപ്പോകുന്ന കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് ഓർക്കുക. അവർ ചിലപ്പോൾ പറഞ്ഞാൽ അനുസരിച്ചു എന്ന് വരില്ല. അതിപ്പോ നമുക്കാണെങ്കിലും പണ്ട് കൗമാര പ്രായത്തിൽ ഉപദേശം അലർജി ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കുട്ടികൾ ഒളിച്ചോടി പോയതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.